ഇന്ന് ജമ്മു കാശ്മീരിനെ കുറിച്ചായിരുന്നു പാർലമെന്റിൽ ചർച്ചകൾ നടന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ അമിത്ഷാ പറഞ്ഞത്, ഇതുവരെ ഈ ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിൻ്റെ ഇരയായത് ഇല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ഇരയായി കൊല്ലപ്പെട്ടത് 45,000 പേരാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് 2024 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. 2026 ജമ്മു കാശ്മീരിൽ ഒരു ഭീകരവാദവും ഉണ്ടാകില്ല, ഒരു വിധ്വംസ പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല, ഒരു വിഘടനവാദ പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ നമുക്കറിയാം. കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം കല്ലേറ് നിലച്ച കാര്യം നമുക്കറിയാം. ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാത്തത് നമുക്കറിയാം. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോയവരെല്ലാം തിരികെ എത്തും, അവർ സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആട്ടിയിറക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾ ഉൾപ്പെടെയുള്ളവർ, അധിനിവേശ കാശ്മീരിൽ നിന്ന് കുടിയേറി ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം നൽകൽ, അങ്ങനെ അനവധി കാര്യങ്ങളുടെ കാശ്മീരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് 2026 മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ ജമ്മു കാശ്മീരും മാറുമെന്ന സന്നിഗ്ധമായി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു. 2026 ജമ്മു കാശ്മീരിൽ ഒരു ഭീകരപ്രവർത്തനങ്ങളും നടക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.